ചരിത്രവും വിശ്വാസവും കൂടിക്കലർന്ന പേരാണ് പെരുമ്പറയൻ. തൊഴിലാളി വർഗത്തിൻ്റെ രക്തസാക്ഷിയും ജന്മികുടിയാൻ കാലഘട്ടത്തിൻ്റെ അടയാളവുമായി സമകാലികതയിലുണ്ട് ഇന്നും പെരുമ്പറയൻ. കുട്ടനാട്ടിലെ ഓരോ പുൽക്കൊടിക്കും പെരുമ്പറയനെ അറിയാം. എന്നാൽ കുട്ടനാടിൻ്റെ ചരിത്രത്തിൽ പെരുമ്പറയനെ കാണാൻ പറ്റില്ല. 4 നൂറ്റാണ്ടുകൾക്കപ്പുറം നടന്ന ഒരു കൊടും ചതിയുടെ കഥ പറയാത്ത വയലോ വള്ളമോ കുട്ടനാട്ടിലുണ്ടാകില്ല. മുത്തശ്ശി കഥകളിലെ ആ കഥാപാത്രം ആരായിരുന്നു? നമുക്ക് നോക്കാം. പെരുമ്പറയൻ്റെ കഥ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. മാടമ്പിമാരായ കൈമൾമാരാണ് തെക്കുകൂറിൻ്റെയും വടക്കൻ കൂറിൻ്റെയും ഭരണകാലത്ത് പുളിങ്കുന്നിൻ്റെ രാജാക്കന്മാരുടെ കീഴിൽ പ്രാദേശിക ഭരണകാര്യങ്ങൾ നടത്തിയിരുന്നത്. മൂത്ത കൂറ്റുംപുറം കൈമൾക്ക് കൃഷിയുടെ മേൽനോട്ടവും അതേസമയം ഇളങ്കുറ്റിൽ കൈമൾക്ക് ഭരണകാര്യങ്ങളിലുമായിരുന്നു ഉത്തരവാദിത്തമുണ്ടായിരുന്നത്. കാര്യങ്ങൾ അങ്ങനെ സുഗമമായി നടക്കുന്ന കാലത്താണ് മൂത്ത കൂറ്റുംപുറം കൈമളുടെ ശാഖയിൽപ്പെട്ട കാടിയാഴം കുടുംബത്തിലെ അയ്യനാട് പാടശേഖരത്തിന് മട വീഴുന്നത്. അയ്യനാട് പാടശേഖരത്തിൽ ഇങ്ങനെയുള്ള മടവീഴ്ച പതിവാണ്. ഇതുകൊണ്ട് തന്നെ പാടശേഖരത്തിന്റെ വടക്കേ പറമ്പിൽ മണലിന് ആധിക്യം കൂടുതലായതിനാൽ എത്ര ബലപ്പെടുത്തിക്കൊണ്ട് ബണ്ട് നിർമ്മിച്ചാലും മട വീണ് കൃഷി നശിക്കുന്നത് പതിവായിരുന്നു. പാടശേഖരത്തിന്റെ ഉടമയായ കൈമൾക്കും കാടിയാഴത്തെ കുടുംബത്തിനും മടവീഴ്ച പിന്നെ ഒരു തലവേദനയായി മാറി. മടവീഴ്ചയുടെ കാരണം അറിയാനായി കുടുംബത്തിലെ കാരണവർ ജ്യോത്സ്യനെ വിളിച്ചു വരുത്തി. അന്നത്തെ കാലമാണല്ലോ. കാരണവരുടെ ക്ഷണം സ്വീകരിച്ച് ജ്യോത്സ്യൻ ആ വീട്ടിലെത്തി കവടി നിർത്തി പ്രശ്നം വെച്ചു. അങ്ങനെയാണ് മടവീഴ്ചയ്ക്ക് പരിഹാരമായി ഒരു കുരുതി നടത്തണമെന്ന് പ്രശ്നത്തിൽ തെളിഞ്ഞത്. മടവീഴ്ചയുള്ള ബണ്ടിൽ ഒരു മനുഷ്യന് ജീവനോടെ മൂടണം. ഇതുകൊണ്ട് മാത്രമേ പ്രശ്നത്തിന് പരിഹാരമുണ്ടാകൂ എന്ന് കേട്ട കാരണവർ ഒന്ന് ഞെട്ടിയെങ്കിലും പ്രശ്നവിധി പ്രകാരം കുരുതി കൊടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ആ മനുഷ്യജീവന് വേണ്ടി ഒരു ചതി കാരണവർ ആസൂത്രണം ചെയ്തു. ഇതിനായി കാരണവർ തിരഞ്ഞെടുത്തവന്റെ പേരാണ് പെരുമ്പറയൻ. അയ്യനാട് പാടശേഖരത്തിൽ കട്ട കുത്തിപ്പൊക്കി ഉണ്ടാക്കിയ തുരുത്തായ പാറക്കുടുക്ക വീട്ടിലാണ് പെരുമ്പറയൻ താമസിച്ചിരുന്നത്. എന്തും എപ്പോഴും ചെയ്യാൻ തയ്യാറായിരുന്ന തൻ്റെടിയായിരുന്നു പെരുമ്പറയൻ. അന്ന് മടകുത്താൻ കെട്ടുവള്ളത്തിൽ വന്നവരുടെ കൂട്ടത്തിൽ പെരുമ്പറയനും ഉണ്ടായിരുന്നു. എത്തിയവർക്കെല്ലാം മദ്യം നൽകി കാരണവർ സൽക്കരിച്ചു. മട വീണ് തകർന്ന ബണ്ടിന്റെ ഭാഗത്ത് അവർ പുതിയ കുറ്റികൾ നാട്ടി ചെറ്റ വെച്ച് കട്ട കുത്താൻ തുടങ്ങി. കാരണവർ അന്ന് ബണ്ടിന്റെ ചെറ്റക്കൂട്ടിൽ ഇറക്കിയത് പെരുമ്പറയനെ ആയിരുന്നു. മറ്റു തൊഴിലാളികൾ കട്ട കുത്തി മടയിലേക്ക് ഇട്ടുകൊടുത്തു. മടയിൽ വീണ കട്ട കാലുകൊണ്ട് മരച്ചില്ലകൾ നിരത്തി ചവിട്ടി ഉറപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു പെരുമ്പറയൻ. ഇതായിരുന്നു ആ സമയം. ചതിയുടെ മടയിലേക്ക് പെരുമ്പറയനെ തള്ളിയിടാൻ കാരണവർ തീരുമാനിച്ചു. പെരുമ്പറയന്റെ ശരീരത്തിന് മുകളിലേക്ക് കട്ട വാരിയിടാൻ കാരണവർ തൊഴിലാളികൾക്ക് നിർദ്ദേശം നൽകി. കേട്ട കാര്യം വിശ്വസിക്കാൻ വയ്യാത്ത ആ പാവങ്ങൾ കുറച്ചു നേരം പകച്ചു നിന്നു. എന്നാൽ ജന്മി പറഞ്ഞത് അനുസരിച്ചില്ലെങ്കിൽ വലിയ ശിക്ഷ നൽകുന്ന കാലമാണ്. അടിയാള വർഗത്തിന് മറ്റു മാർഗങ്ങളൊന്നും തന്നെയില്ല. അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ കൂട്ടുകാരനായ പെരുമ്പറയന്റെ മുകളിലേക്ക് അവർ കട്ട വാരിയിട്ടു. കട്ട അരയോളം എത്തിയപ്പോൾ തമ്പുരാനെ, അടിയൻ കട്ടയ്ക്കടിയിലായിപ്പോയേ എന്ന് പെരുമ്പറയൻ വിളിച്ചുകൂവി. എന്നാൽ ആ സാധുവിന്റെ വാക്ക് കേൾക്കാൻ കാരണവർ തയ്യാറായില്ല. കട്ടയിട്ട് പെരുമ്പറയനെ മൂടാൻ കാരണവർ ആജ്ഞാപിച്ചു. പെരുമ്പറയന്റെ ശരീരത്തിലേക്ക് മൺകട്ടകൾ നിറഞ്ഞുകൊണ്ടിരുന്നു. അപകടം മനസ്സിലാക്കിയെങ്കിലും പെരുമ്പറയന് ഒന്നും ചെയ്യാനായില്ല. ഒടുവിൽ ആ പാവം കട്ടക്കിടയിൽ അകപ്പെട്ട് മരണവെപ്രാളത്തോടെ വിളിച്ചു പറഞ്ഞു, എന്നെ കൊന്നിട്ട് തമ്പുരാ പൊയ്ക്കോളൂ. തമ്പുരാ വീട്ടിലെത്തുന്നതിന് മുമ്പേ ഞാനവിടെ ഉണ്ടാകും. കീഴ്ജാതിക്കാരൻ്റെ വാക്ക് കേട്ട് കാരണവർ പൊട്ടിച്ചിരിച്ചു. ആ അട്ടഹാസം കട്ടയ്ക്കൊപ്പം മടയിൽ തള്ളിയ പെരുമ്പറയന്റെ ജീവനെയും കൊണ്ടുപോയി. ജ്യോത്സ്യൻ പറഞ്ഞ നരബലി പൂർണ്ണമാക്കിയ സന്തോഷത്തിൽ കാരണവർ വീട്ടിലേക്ക് മടങ്ങി. ഈ സംഭവത്തിന് ശേഷം കാടിയാടത്തെ കുടുംബത്തിന് സ്വസ്ഥതയില്ലാതെയായി. അനർത്ഥങ്ങൾ തറവാട്ടിൽ സ്ഥിരമായി. രാത്രിയാകുമ്പോഴേക്കും വീടിന്റെ മച്ചിന്റെ മുകളിൽ നിന്ന് പെരുമ്പറയന്റെ നിലവിളി കേട്ട് കാരണവർ ഞെട്ടി എഴുന്നേറ്റു. തനിക്ക് മുകളിൽ ശാപമായി പെരുമ്പറയൻ ഉണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. കട്ടക്കിടയിൽ കിടന്ന് പെരുമ്പറയൻ മരണവെപ്രാളത്തിൽ വിളിച്ചു പറഞ്ഞ വാക്കുകൾ കാരണവരുടെ ഓർമ്മയിലേക്ക് വന്നു. തറവാടിനെ ഭയം വന്നു മൂടി. ഇതോടെ കാരണവർ ജ്യോത്സ്യനെ വരുത്തി വീണ്ടും പ്രശ്നം വെച്ചു. മടയിൽ കുരുതി കഴിച്ച പെരുമ്പറയന്റെ ശക്തമായ കോപത്തിന് തറവാടും വരും തലമുറയും വെട്ടിരിക്കുന്നു എന്നായിരുന്നു പ്രശ്നത്തിൽ തെളിഞ്ഞത്. മടയിലെ കട്ടകൾക്കൊപ്പം ഉയിരോടെ ചേർന്ന പെരുമ്പറയന്റെ ശാപത്തിൽ നിന്ന് മുക്തി ലഭിക്കണമെങ്കിൽ എന്താണ് വഴിയെന്നായി അടുത്ത ചിന്ത. ഇതിനു പരിഹാരമായി പെരുമ്പറയന്റെ ഒരു പൂർണ്ണകായ പ്രതിമ നിർമ്മിച്ച് പ്രായശ്ചിത്തം പറഞ്ഞ് പെരുമ്പറയനെ പ്രതിമയിൽ ആവാഹിച്ച് കുടിയിരുത്തണമെന്നായിരുന്നു ജ്യോത്സ്യന്റെ നിർദ്ദേശം. അത് അതേപടി കാരണവർ അംഗീകരിച്ചു. അടിയാളന്റെ പ്രേതത്തെ പേടിച്ച് കാരണവർ പെരുമ്പറയന്റെ പ്രതിമ നിർമ്മിച്ച് പ്രശ്നവിധിപ്രകാരം തന്നെ പറക്കുടുക്കയിൽ കുടിയിരുത്തി. ഇന്നും അടിയാള ദൈവമാണ് പെരുമ്പറയൻ, തമ്പുരാന്റെ ചതിയിൽ കൊല്ലപ്പെട്ട രക്തസാക്ഷി. കാലം എത്രയോ പിന്നെയും കടന്നുപോയി. കുട്ടനാട്ടിൽ തൊഴിലാളികൾ സംഘടിച്ചു. കീഴാള വർഗത്തെ അടിമകളാക്കി വെച്ച കാലം കടന്നുപോയി. പാടത്ത് ജോലിയും പറമ്പത്ത് കൂലിയും എന്ന് തൊഴിലാളികൾ പറയാൻ പഠിച്ചു. അവർക്കിടയിൽ കമ്മ്യൂണിസം വളർന്നു. നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളി എന്ന പാട്ട് ആ വയലേലകളിൽ അലയടിച്ചു. അതിനെല്ലാം സാക്ഷിയായി പെരുമ്പറയൻ ആ മണ്ണിൽ കഴിഞ്ഞു.
പെരുമ്പറയൻ്റെ ആ പ്രതിമ ഇന്നും കുട്ടനാട്ടിലുണ്ട്. മനുഷ്യനെ ബലി നൽകി മടയുറപ്പിച്ച കാലവും കടന്ന് സിമൻറ്റും കമ്പിയും വാർക്കുന്ന കാലത്ത് പെരുമ്പറയൻ ഒരു ഓർമ്മയാണ്. കീഴാള വർഗത്തോട് അധികാരി വർഗം കാണിച്ച അനീതിയുടെ രക്തസാക്ഷി. ഇത്തരത്തിലുള്ള പഴങ്കഥകൾ നിങ്ങളുടെ നാട്ടിലുമുണ്ടോ? ഇത്തരം കഥകൾ ചരിത്രത്തിൽ വലിയ സ്ഥാനമില്ലെങ്കിലും നമ്മുടെ നാട് ഇത്തരം കഥകളുടേതുകൂടിയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.